ഹലോ, ഇന്ന് രാഗിപ്പുട്ടാണ് കേട്ടോ. രാഗിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാൻ പോകുന്നു. അതിലൊന്നുള്ള രാവിലത്തെ കഴിക്കാനുള്ളത് കേട്ടോ. അതിലൊരു നുള്ളു നമ്മൾ അരിപ്പൊടി ഇട്ടാൽ ഒന്ന് അങ്ങനെ ഉതിർന്ന് വീഴില്ല. പുട്ടായിട്ടിരിക്കും. അല്ലെങ്കിൽ പുട്ട് കഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഒരു നുള്ള അരിപ്പൊടി ഇട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പുട്ടുണ്ടാക്കാൻ പോവാണ്. ഇന്ന് ആരുമില്ല, ഞാൻ ഒറ്റക്കുള്ളൂ. അപ്പോൾ എനിക്ക് മാത്രം ഉച്ചക്കൽക്കുണ്ട് കേട്ടോ. ഒന്ന് ചോറ് വെക്കില്ല. ഉച്ചക്കൽക്കുണ്ട്, രാത്രിക്കൽക്കുണ്ട്, രാവിലത്തേക്കുണ്ട്. ഒന്ന് ഫുള്ള് പുട്ടാ. പിന്നെ പറയാൻ വന്ന ഷാജിയുടെ കാര്യമാണ്. ഷാജിക്ക് അഹങ്കാരമാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും റിയാക്ഷൻ വീഡിയോയുടെ തിരക്കാണ് യൂട്യൂബിൽ. ഷാജിദക്ക് പിന്നെ അഹങ്കാരം കൂടി. അതിന് അഹങ്കാരമൊന്നും ഇല്ല ഗൈസ്. അതിനുള്ള പ്രായമല്ലേ അതിനായിട്ടുള്ളൂ. 10-30 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ പക്വതയുള്ള പ്രായമൊന്നുമല്ല പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഒരു 10-14 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും, ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ള ആളാണ്. 10-14 വയസ്സാകുമ്പോഴത്തേനൊക്കെ 4 ആങ്ങളമാരെയും 2 അനിയത്തിമാരെയും ഉമ്മാനെയും വാപ്പാനെയൊക്കെ ജോലി ചെയ്ത് നോക്കിയിരുന്ന ആളാണ്. അതൊക്കെ പണ്ട്. അതൊന്നും ഇന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോണ കാര്യമില്ല. ഇന്ന് 30 വയസ്സ് 35 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കളിക്കുട്ടി പ്രായമാണ്. പിന്നെ അഹങ്കാരം എന്ന് പറയണത്, എന്ന് പറഞ്ഞാൽ അവൾക്ക് 5 മക്കളെയും തന്നിട്ട് അയാളുണ്ട് മരിച്ചുപോയി. ഭർത്താവുണ്ട് മരിച്ചുപോയി. ഈ മക്കളെ ഞാൻ എങ്ങനെ വളർത്തു, എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആദ്യം അവളുടെ ഉള്ളിലുണ്ടാവും. അവളെ മക്കള് അവളോടെ ചെന്ന് ഭക്ഷണം ചോദിക്കുക. വിശക്കണമെന്ന് പറയുമ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടത് ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതവർ ചോദിക്കുമ്പോൾ അവൾക്ക് കൊടുക്കാനില്ലാത്ത ആ ഒരു ടെൻഷൻ അവളുടെ മനസ്സിൽ വലുതായിട്ടുണ്ടാവും. അതിനിടയിൽ കയറി വന്നിട്ട് മറ്റൊരാൾ, ഒരു സഹായമില്ല, ഒരു ഉപകാരം ഇല്ലാത്ത ഒരാൾ വന്നിട്ട് കുറ്റപ്പെടുത്തും. നീ എന്താ അങ്ങനെ ചെയ്തു, നീ എന്താ ഇങ്ങനെ ചെയ്തു, നീ എന്താ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു പ്രതികരണമാണത്. അതിനാണ് നിങ്ങളെല്ലാവരും കൂടി അഹങ്കാരം എന്ന് വിളിക്കുന്നത്. പ്രതികരണം അത് നമ്മളോടൊരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളോടൊരു ചൊറിയണ വർത്താനം പറയാൻ ഒരാൾ വന്നാൽ നമ്മൾക്ക് ദേഷ്യപ്പെടും, നമ്മൾ പ്രതികരിക്കും. അതിന് അഹങ്കാരം എന്ന് പറയില്ല.